അച്ഛന്റെ ഇതെന്ന് പറയുന്നത് ഇപ്പം വടികിടാര വെടി എഴുതും, അപ്പുറം ഇന്നലെ എന്റെ നെഞ്ചിൽ എഴുതും, എല്ലാം പഠിക്കും. നമുക്ക് അതിനുള്ള അവസരങ്ങൾ വന്നിട്ടില്ല, വരുമ്പോൾ നമ്മളും ട്രൈ ചെയ്ത് വയ്ക്കും. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ, അതുപോലെ തന്നെ ആയിരുന്നു ആദ്യത്തിനില്ലാതെ കുരിരുൾ വീണപ്പോൾ എന്നുള്ളൊരു സാധനം. ശരിക്കും സൂര്യകിരീടം അച്ഛൻ ഇൻസ്പയർഡ് ആയത് ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികളിൽ നിന്നാണ്. പൊൻവെയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു, അത് അച്ഛൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അൻവർ ഖാൻ എനിക്ക് +2 കഴിഞ്ഞ തൊട്ടറിയാം. ഞങ്ങളെ പരിചയപ്പെടുന്ന രഘുനാഥ് പലേരി സാർ. അൻവർ ഖാൻ്റെ ആദ്യത്തെ പടത്തിൽ അച്ഛനാണ് പാട്ട് എഴുതി, രാജമാണിക്ക്. അപ്പോൾ അൻവർ ഖാൻ ഭയങ്കര സന്തോഷമായി, അവിടെ എല്ലാവരും എന്നെ പരിചയപ്പെടുത്തി. പിന്നെ അൻവർ ഖാൻ്റെ അങ്ങോട്ടുള്ള 3 വർക്കിലും ഞാനുണ്ടായിരുന്നു. അതായത് ഇരുട്ടത് പോകുമ്പോൾ ആളുകളെ പേടിപ്പിക്കുക, തമാശകൾ പറയുക, അങ്ങനെ മമ്മൂക്ക വരുമ്പോൾ മാത്രം ഒരു ഹെഡ് മാസ്റ്റർ വന്ന പോലെ എല്ലാവരും നിൽക്കും. അച്ഛനോട് ശരിക്കും ഒരു ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, ഗിരീഷേ ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കരുത്, എൻ്റെ തല ഓൾറെഡി കുറച്ച് കാലം കൂടുതലാണെന്ന് പറഞ്ഞു. ഇത് അച്ഛൻ വടക്കുന്നാളിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. 4 ആൾ കയറേണ്ട തോണിയിൽ 100 ആൾ കയറി എന്താ സംഭവിക്കുക. ദിൻനാഥ് പുത്തഞ്ചേരിയാണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ. നമസ്കാരം. നമസ്കാരം. ബ്രഹ്മയുഗത്തിൻ്റെ ലിറിസിസ്റ്റ് കൂടെയാണ്. അതെ. അപ്പോൾ ലിറിസിസ്റ്റും ഡയറക്ഷൻ ടീമിലൊക്കെ വർക്ക് ചെയ്തതാണ്. ലിറിസിസ്റ്റ് എന്ന ആസ്പെക്റ്റിൽ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബ്രഹ്മയുഗം 17-ാം നൂറ്റാണ്ടിൽ പ്ലേസ് ചെയ്ത ബ്രഹ്മയുഗം എന്ന കാലവും കൂടെ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമ. ഉറപ്പായും ഒരു പുതിയ വരികൾ ഉറപ്പായിട്ടും വരരുത് അവിടെ. ടി.ഡി. രാമകൃഷ്ണനെ പോലൊരു പ്രശസ്തമായ ആളാണ് ഡയലോഗ്സ് എഴുതുന്നത്, സാഹിത്യകാരനാണ്. അതിൻ്റെ ഒരു പ്രഷർ സിറ്റുവേഷനാണ്. അതിനോട് നീതി പുലർത്തേണ്ടി വരും എന്നൊരു പ്രഷർ സിറ്റുവേഷൻ കൂടിയുണ്ട്. ഗാനരചനയിൽ ബ്രഹ്മയുഗത്തിൽ ആദ്യം ലിറിസിസ്റ്റ് ആവണം എന്ന് ഉറപ്പായിട്ടും വർക്ക് ചെയ്യുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ലിറിസിസ്റ്റ് ആയി വരുന്നത്. ആദ്യ ആലോചനയിൽ എന്താ ഫീൽ ചെയ്ത്? ബ്രഹ്മയുഗം തുടക്ക സ്റ്റേജിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. കാരണം രാഹുലേട്ടൻ ഇത് സ്ക്രിപ്റ്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെറ്റായ ഉടനെ തന്നെ എന്നെ പടത്തിലേക്ക് വിളിച്ചു. എനിക്ക് സ്ക്രിപ്റ്റിനെ കുറിച്ച് ഒരു ധാരണ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ആദ്യം എഴുതുന്നത് പാട്ട് എഴുതുന്ന 3 പാട്ടുകളുണ്ടെന്നറിയാം, പക്ഷെ ഇത് ഞാനാണ് എഴുതുന്നതോ അല്ലെങ്കിൽ ഒന്നും അറിയില്ലായിരുന്നു. അപ്പം നമ്മൾ ഡിസ്കഷൻ്റെ സമയം ആദ്യം ഞാൻ തന്നെ പറഞ്ഞിട്ട് റഫീഖ് സാർ എഴുതട്ടെ, അല്ലെങ്കിൽ അൻവർ അലി മാഷ് എഴുതട്ടെ, അങ്ങനെയൊക്കെ ഞാൻ തന്നെയാണ് രാഹുലേട്ടന് കൊടുത്ത ഓപ്ഷൻസ്. പിന്നെ ഇതിലേക്ക് പെട്ടെന്ന് ക്രിസ്റ്റോ വരുന്നു. ക്രിസ്റ്റോ മ്യൂസിക് അയച്ചിരുന്നപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ക്രിസ്റ്റോൻ്റെ മ്യൂസിക് വന്നപ്പം നമ്മൾ അത് ലോക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ആ സമയം രാഹുലേട്ടനാണ് പറഞ്ഞത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. കാരണം നമുക്ക് ഇപ്പം വായിച്ചിട്ടുള്ള കുറച്ച് അറിവുകളുണ്ടെങ്കിലും എങ്ങനെ എഴുതി വരും എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയൊരു ധാരണയില്ലായിരുന്നു. അങ്ങനെ ക്രിസ്റ്റോൻ്റെ ഒരു മ്യൂസിക്കിനാണ് ആദ്യമായിട്ട് എഴുതുന്നത്. അതൊരു ശരിക്കും ട്യൂണിന് എഴുതിയതാണ്. അങ്ങനെ അത് എഴുതി ഒരു ദിവസം നമുക്ക് ടെസ്റ്റ് ഷൂട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ കളർ വേണോ എന്ന് ആലോചിക്കാനുള്ളൊരു പരിപാടി. ആ സമയം ഇത് എഴുതി അന്ന് ഞാൻ രാഹുലേട്ടനെ കേൾപ്പിച്ചപ്പം രാഹുലേട്ടൻ പറഞ്ഞു, എടാ ഇത് ഓക്കെയാണ്, നമുക്ക് ക്രിസ്റ്റോയായിട്ട് കണക്ട് ചെയ്യാമെന്ന്, നിങ്ങൾ ബാക്കി പരിപാടി നോക്ക്. അങ്ങനെയാണ് ശരിക്കും ആ ഒരു എഴുത്തിലേക്ക് വരുന്നത്. അപ്പം എഴുതിയ ഉടനെ തന്നെ ടി.ഡി. സാറിന് അയച്ചു കൊടുക്കും. കാരണം എന്തെങ്കിലും തിരുത്തങ്ങളുണ്ടോ, എന്തെങ്കിലും മാറ്റണോ. പക്ഷേ ഞാനിതിൽ 3 പാട്ടാണ് എഴുതിയത്. ഒരു പാട്ടിന് പോലും തിരുത്തങ്ങൾ സാർ പറഞ്ഞിട്ടില്ല, ഇഷ്ടമായിരുന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതായിരുന്നു ഒരു സന്തോഷം. ഈ ദ ബിഗിനിങ് എന്ന് പറഞ്ഞ ട്രാക്കിൽ അതിൻ്റെ ലിറിക്സ് നോക്കിയാൽ ചാമുണ്ടികൾ തീപണമേറ്റിയ കാലമിതോ, ആ കാലത്തിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ആ ചതിയെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ആ 4 വരിയിൽ. എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സിനിമയുടെ മൊത്തത്തിലുള്ള തീമിനെ ഒരു 4 വരിയിൽ ചുരുക്കിയ ഒരു അമാൽഗമേഷനാണ് ആ ബിഗിനിങ് എന്നുള്ള ട്രാക്കിൽ. ഈ ബിഗിനിങ് ആണ് ഏറ്റവും പണിയെടുത്തത് എന്ന് ക്രിസ്റ്റോ പറഞ്ഞിട്ടുണ്ട്. ബിഗിനിങ് ആണ് ഏറ്റവും പണിയെടുത്തത്. ദിൻനാഥും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ലിറിക്സിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്തത് ബിഗിനിങ് ആണ്. ദ ബിഗിനിങ് എന്ന ട്രാക്ക് അതിന്റെ ലിറിക്സ് എഴുതുമ്പോൾ എന്തായിരുന്നു അവിടെ, അതിലുള്ള ആലോചന എന്തായിരുന്നു? അത് രാഹുലേട്ടൻ കറക്റ്റായിട്ട് അതിൻ്റെ സിറ്റുവേഷൻ കാര്യങ്ങൾ, രാഹുലേട്ടൻ എന്താ വേണ്ടതെന്ന് കറക്റ്റ് ധാരണ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം ക്രിസ്റ്റോ ഒരു മ്യൂസിക് ചെയ്തു, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എഴുതുന്നുണ്ട്. അപ്പം ചിലത് രാഹുലേട്ടൻ കേട്ടെങ്കിലും അത് ഓക്കെ അല്ല. അപ്പോൾ രാഹുലേട്ടൻ ഓക്കെ ആവണം എന്നുള്ള ലൈനിലാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിന് കുറച്ച് ടൈം എടുത്തു. പിന്നെ പെട്ടെന്ന് ഒരു ദിവസമാണ് ക്രിസ്റ്റോ, ഞാൻ അന്ന് ഒരു ബ്രേക്കായിട്ട് നാട്ടിൽ പോയ സമയമാണ് ക്രിസ്റ്റോ ഈ ട്യൂൺ അയച്ചിരുന്നത്. ചേട്ടാ ഇതെങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഇത് കൊള്ളാം, അവിടെ നമുക്കൊന്ന് എഴുതി നോക്കിയിട്ട് രാഹുലേട്ടനെ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ക്രിസ്റ്റോ ട്യൂൺ അയച്ചു തരുന്നു. അങ്ങനെയാണ് ചെന്തിപ്പൊരി ചിന്തണ ചോലകൾ. ശരിക്കും ആ ഒരു കാട്ടിലാണ് പടം കണ്ടതല്ല, ഈ കാട്ടിലാണ് കഥ നടക്കുന്നത്. കാട് ഒരു മന. അപ്പം ഈ കാടിനെ പറ്റി പറയാം, അല്ലെങ്കിൽ കാട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്, കാട്ടിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വന്യതയും കാര്യങ്ങളും എല്ലാം വരണം. അങ്ങനെ എഴുതി നോക്കി ഇങ്ങനെ ഒരു സാധനം പോകാമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സംസ്കൃതം മാത്രമായിട്ട് പോയാലോന്ന് ഞാൻ ക്രിസ്റ്റോൻ ചിന്തിച്ചായിരുന്നു. സംസ്കൃത വരികൾ മാത്രമായിട്ട് പോയാലോന്ന്.
പിന്നെ വിചാരിച്ചു എല്ലാ ഓഡിയൻസിനും മനസ്സിലാവുന്ന പോലെ എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ആവുന്ന പോലെ പടം കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിൽ ഒരു മിനിറ്റും കൂടി ഇരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണല്ലോ ഈ പാട്ട് കേട്ടിട്ട്. അപ്പം അങ്ങനെ എഴുതിയ പാട്ടാണത്. അപ്പം അതിൽ എല്ലാ കാര്യങ്ങളും ഇപ്പം അതിൽ പടം കണ്ടവർ കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാ കാര്യങ്ങളും അതുപോലെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു എന്താ പറയുക വന്യത കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയാൻ പറ്റി. ചെന്തീപ് ഒരു ചിന്തന ചോല പറയുമ്പോഴും അതൊരു യൂഷ്വൽ ഒരു സോങ്ങിന്റെ തുടക്കം ഉള്ള ഹുക്ക് ലൈൻ അല്ലല്ലോ അത് ട്യൂണിനനുസരിച്ച് ഉണ്ടായതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയില്ല ഇത് മീറ്ററിന് എഴുതിയതാണ്. ആദ്യം ഞാൻ എഴുതിയ കവിതയ്ക്ക് ക്രിസ്റ്റോ മ്യൂസിക് ചെയ്തതല്ല. ശരിക്കും ഞാനും ക്രിസ്റ്റോ ആയിട്ട് വർക്ക് ചെയ്യുമ്പം നമ്മൾക്ക് മനസ്സിലാവില്ല. ഞാൻ ഇപ്പം അതിലെ വേറൊരു പാട്ടുണ്ട് ഈ മഹാലോകത്തെ. അതൊക്കെ ഞങ്ങൾ ആ ടൈമിൽ 2-3 സാധനങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ രാഹുലേട്ടൻ പെട്ടെന്ന് വരും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പാട്ട് സെറ്റ് ചെയ്യണം. ഞങ്ങളൊരു 3-4 ഓപ്ഷൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചു. അതിൽ നിന്നാണ് രാഹുലേട്ടൻ ശരിക്കും ഈ പാട്ട് സെലക്ട് ചെയ്യുന്നത്. ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുന്നതായിരുന്നു. അതെ അതെ അതെ. എന്ന് വെച്ചാൽ വർക്ക് ചെയ്യാൻ നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പം നമ്മളിത് അയച്ചു കൊടുക്കുന്ന TD സാറിനാണ്, അല്ലെങ്കിൽ നല്ല ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്രൂ കൂടെ ഉണ്ടായിരുന്നു, ഒരു ടീം കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലിറിക് റൈറ്റർ ലിറിസിസ്റ്റ് നോക്കുകയാണെങ്കിലും അമ്മു മറിയ അലക്സും ദിന്നാദോടെ ലിറിസിസ്റ്റ് ആയിട്ടുണ്ട്. രണ്ടുപേരും ഡയറക്ഷൻ ടീമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ ബ്രഹ്മയുഗത്തിലാണ്. ഇപ്പൊ ക്രിസ്റ്റോന്റെ കാര്യം പറയുമ്പോൾ നിന്നത് പറഞ്ഞത് ക്രിസ്റ്റോ ഒരു സംഗീത സംവിധായകനപ്പുറം ഒരു ടീംമേറ്റ് എന്നുള്ള രീതിയിൽ ടീമിന്റെ കൂടെ മൊത്തത്തിലൊരു അസോസിയേഷൻ ആയി നിൽക്കുന്നത്. നിങ്ങൾ 3 പേരും തമ്മിലുള്ള അസോസിയേഷൻ എങ്ങനെയാണ്? ഒന്നാമത് ക്രിസ്റ്റോ പടത്തിലേക്ക് വന്നു, അമ്മു വരുന്നു. ആദ്യം ഞാനാണ് ജോയിൻ ചെയ്തത്, പിന്നെയാണ് ക്രിസ്റ്റോ വരുന്നത്, പിന്നെയാണ് അമ്മു വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊരു ടീമുണ്ട്, ഡയറക്ഷൻ ടീം എന്ന് പറഞ്ഞാൽ. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ്. കാരണം ഇതിന് അസിസ്റ്റന്റ് ഡയറക്ടർ ഞാൻ ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. പക്ഷെ ഇതിന് നമുക്ക് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനും അസോസിയേറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മാറ്റമില്ല. എല്ലാവരും ഡയറക്ഷൻ ടീമാണ്. എല്ലാവരും ഒരേപോലെയാണ് നമ്മളെ സെറ്റിൽ ഉണ്ടാവുക. ക്രിസ്റ്റോ വന്ന സമയം ക്രിസ്റ്റോ ഞങ്ങൾ ഒരാളാവുകയാണ് ചെയ്തത്. അപ്പോൾ ക്രിസ്റ്റോനോട് നമുക്കൊരു കാര്യം, എടാ അങ്ങനെ ഒരു സാധനം ഞാൻ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സാധനം അയച്ചു കൊടുക്കുമ്പോൾ ചേട്ടാ ഇത് മാറ്റിപ്പിടി, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യാം. അതൊക്കെ അവൻ കറക്റ്റായിട്ട് അവനും അറിയാം എന്താ വേണ്ടതെന്നുള്ളത്. പിന്നെ അവൻ്റെ മ്യൂസിക്കിന് എഴുതാൻ നല്ല സുഖമാണ്. ട്യൂണാണോ ആദ്യം ഉണ്ടായത്, ലിറിക്കാണോ ആദ്യം ഉണ്ടായതെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് ഞാനും അമ്മും. സത്യം പറഞ്ഞാൽ ഒരു ദിവസമാണ് വരികൾ എഴുതിയത്. ഇപ്പം അതിലെ ഈ മഹാലോകത്തെ കാക്കയാണ് അതും, അതുപോലെ തന്നെ അമ്മ എഴുതിയ പൂമണി മാളിക, ഇത് രണ്ടും ഒരു ദിവസമാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. ഒരു ദിവസം തന്നെയാണ് രാഹുലേട്ടനോട് കാര്യങ്ങൾ പറയുന്നതും. ദിന്നാദ് ട്രാൻസിൽ വർക്ക് ചെയ്യുന്നപ്പോൾ പറഞ്ഞിട്ട് അൻവർ റഷീദിന്റെ അസിസ്റ്റന്റ് ഡയറക്ഷൻ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ അൻവർ റഷീദ് പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഇളയ മകനാണ് ദിന്നാദ് പുത്തഞ്ചേരി എന്നുള്ള വ്യക്തി ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഇളയ മകനാണെന്ന് അറിഞ്ഞു. പിന്നീട് ഏത് ഘട്ടത്തിലാണ് അൻവർ റഷീദ് അറിയുന്നത്? അൻവർ ഖാൻ എനിക്ക് +2 കഴിഞ്ഞ തൊട്ട് അറിയാം. ഞങ്ങളെ പരിചയപ്പെടുന്ന രഘുനാഥ് പല്ലേരി സാറാണ്. അപ്പം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, ഫോണിൽ കൂടെയാണ്. അപ്പം ഞാൻ +2 പാസ്സായതും ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതും ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്നതൊക്കെ ഞാൻ അൻവർക്കായിട്ട് സംസാരിക്കണം. പക്ഷെ അൻവർക്ക് പറയും നീ കൊച്ചിയിൽ വരുമ്പോൾ വിളിക്കും, നമുക്ക് കാണാമെന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങൾ അതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ട്രാൻസിൽ, ഞാൻ മാതൃഭൂമിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് രത്തിൻ, അവന് സ്പോട്ട് എഡിറ്റർ അസിസ്റ്റൻ്റായിട്ട് ട്രാൻസിൽ കിട്ടി. അപ്പം ഞാൻ പറഞ്ഞടാ ഞാനെന്നാ ജോലി വിട്ടിട്ട് ഞാനും വരാം, എന്താണെന്ന് അറിയാലോ. വർക്കിംഗ് ആയിരുന്നു. അപ്പം ഞാൻ ജോലി വിട്ട് അടുത്ത ആഴ്ച ഞാൻ ട്രാൻസിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഇവൻ്റെ എന്താ പറയുക അസിസ്റ്റൻ്റായിട്ട് പോയപ്പം അവിടെ സലാംക്ക ഉണ്ടായിരുന്നു, ഖദീഖ ഉണ്ടായിരുന്നു, ഉത്തര, അങ്ങനെ പറഞ്ഞൊരു എന്താ പറയുക ലെൻ, അങ്ങനെ നമ്മൾ അഖിൽ, നമ്മളൊരു ടീം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി എല്ലാവരുമായിട്ട് വർക്ക് ചെയ്തപ്പം അങ്ങനെയാണ് ഞാൻ AD ആവുന്നതും. അങ്ങനെ ഒരു ദിവസം ഞാൻ അൻവർ ഖാനോട് പറയുന്നത്, അൻവർ ഖാൻ ഞാനിങ്ങനെ അത് പറയേണ്ടി വന്നതാണ്, കാരണം എന്നെ പരിചയമുള്ള പലരും അവിടെ വരാൻ തുടങ്ങി. അപ്പം അത് പറഞ്ഞില്ലെങ്കിൽ മോശമാവുന്ന രത്യം പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി പറയുന്നു. അങ്ങനെ അൻവർ ഖാൻ, അതെ അതെ, അൻവർ ഖാൻ്റെ ആദ്യത്തെ പടത്തിൽ അച്ഛനാണ് പാട്ട് എഴുതി, രാജമാണിക്യം. അപ്പോൾ അൻവർ ഖാൻ ഭയങ്കര സന്തോഷമായി, അവിടെ എല്ലാവരും എന്നെ പരിചയപ്പെടുത്തി. പിന്നെ അൻവർ ഖാൻ്റെ അങ്ങോട്ടുള്ള 3 വർക്കിലും ഞാനുണ്ടായിരുന്നു. ഭൂതകാലം, ഇലവിഴ, പൂഞ്ചിറ, അല്ലാതെ ഞാൻ ഉണ്ടായിരുന്നു. ഈ 48-ാം വയസ്സിലാണ് ഗിരീഷ് പുത്തഞ്ചേരിയെ മലയാളിയിൽ നിന്ന് വിട്ടുപോകുന്ന 48-ാം വയസ്സിലാണ്. അന്ന് P. ജയചന്ദ്രൻ പറഞ്ഞൊരു വാക്കും കൂടിയുണ്ട്, ഗിരീഷ് മലയാളത്തില് അക്ഷരങ്ങളായി പുനർജനിക്കുമെന്ന് P. ജയചന്ദ്രൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബ്രഹ്മയുഗത്തിലെ ലിറിക്ക് കേൾക്കുമ്പോഴും ശരിക്കും ആ ഒരു പ്രതിഭയുടെ ഒരു കണ്ടിന്യൂഷനോ ഒരു ഇലോങ്ങേഷനോ ആയിട്ട് പോലും നമുക്ക് ഫീൽ ചെയ്യുന്നു ആ ലിറിക്ക് കേൾക്കുമ്പോൾ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബ്രഹ്മയുഗത്തിന്റെ ലിറിക്സ് കേട്ടിട്ട് ആരെങ്കിലും അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ അച്ഛൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, മോനെ നന്നായി, നീ ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞു. അല്ലാതെ ഒരു കമ്പാരിസൺ അങ്ങനെ വന്നിട്ടില്ല. കാരണം അച്ഛൻ്റെ ഇതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം വടികടാര വെടി എഴുതും, അപ്പുറം ഇന്നലെ എൻ്റെ നെഞ്ചിൽ എഴുതും, എല്ലാം പഠിക്കും. നമുക്ക് അതിനുള്ള അവസരങ്ങൾ വന്നിട്ടില്ല, വരുമ്പോൾ നമ്മളും ട്രൈ ചെയ്ത് വയ്ക്കും. പിന്നെ
ഒരിക്കലും നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ ജീവിച്ച് വളർന്ന സാഹചര്യം ഇപ്പം ഞാൻ ജീവിച്ച് വളർന്നത് രണ്ടും ഭയങ്കര വ്യത്യാസമാണല്ലോ. അച്ഛൻ കണ്ടതൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരിയിലും വരും. പിന്നെ ഈ അച്ഛൻ്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പിന്നെ വായിക്കാനും അച്ഛൻ തന്നെയാണ് പഠിപ്പിച്ച് തന്നത്. അപ്പം ആ ഒരു പിന്നെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് പാട്ട് എഴുതാനൊക്കെ അച്ഛൻ ഇരിക്കുമ്പോൾ ഞാൻ കൂടെ ഇരിക്കാറുണ്ട്. പക്ഷെ അച്ഛൻ ഒരു അർത്ഥം പോലും അച്ഛൻ പറഞ്ഞു തരുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയോ നമുക്ക് എന്താ പറയുക, എഴുതാൻ തോന്നി, നല്ല അവസരങ്ങൾ വന്നു, അങ്ങനെയാണ് എഴുത്തിലേക്ക്. വായനയുടെ ലോകത്തേക്ക് ശരിക്കും ഇപ്പോൾ പണ്ട് കോഴിക്കോട് മഹാറാണിയിലൊക്കെ പോയി അച്ഛൻ എഴുതുമ്പോൾ കൂടെ പോവാറുണ്ട് എന്നൊക്കെ. അതെ അതെ അതെ. ഈ അന്ന് പക്ഷെ ഈ ബോറടിക്കുമ്പോൾ ഓക്കെ ഈ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് അച്ഛൻ പുസ്തകം തരുന്നത്. വായനയുടെ ലോകത്ത് ശരിക്കും അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം അന്നിപ്പോൾ ദിനനാഥിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ലിറിസിസ്റ്റ് ആവണമെന്നോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്നോന്നൊരു ആഗ്രഹമൊന്നും അന്ന് ഉണ്ടായിരുന്നതാണ്. ശരിക്കും അച്ഛന് 2000-ലാണ് അസുഖം വരുന്നത്. 2000 ഈ പറക്കും തളിക എന്ന് പറഞ്ഞ പടത്തിന് എഴുതാൻ പോയപ്പോഴാണ് അച്ഛൻ ആദ്യമായിട്ടൊരു വയ്യായ്മ വരുന്നതും. പിന്നെ അങ്ങോട്ട് എന്താ പറയുക, അച്ഛനാണ് വീട്ടിലെ കുട്ടി. ഞാൻ, അമ്മ, ഏട്ടനൊക്കെ അച്ഛനെ ടേക്ക് കെയർ ചെയ്യാവുന്നൊരു പരിപാടിയാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ അച്ഛന് മരുന്ന് എടുത്തു കൊടുക്കുക, ഇതാണ് എൻ്റെ മുറുക്കാൻ എടുത്തു കൊടുക്കുക, ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടി. മഹാറാണിയിലൊക്കെ എഴുതാൻ പോകുമ്പോൾ എന്നെയും കൂട്ടിക്കൊണ്ടുപോകും. അപ്പം ഞങ്ങൾ അവിടുന്ന് എന്താ പറയുക, ഇങ്ങനെ ഇരുന്ന് അച്ഛൻ ചിലപ്പം തിരക്കഥയായിരിക്കും, പാട്ട് എഴുതിയായിരിക്കും, ട്യൂണൊക്കെ ഇങ്ങനെ കേൾക്കുന്ന രവീന്ദ്ര മാഷോ ആരെങ്കിലും അയച്ചെടുത്ത് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. അതൊക്കെ രസമായിരുന്നു നമുക്കത്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയം ഓരോ ചെറിയ ചെറിയ പുസ്തകങ്ങളായിട്ട് എനിക്ക് തരും. ഒരു മനുഷ്യൻ ബോറടിച്ചാൽ എന്താ ചെയ്യുക, വായിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ശരിക്കും ഒരു വായനേൻ്റെ ഒരു തുടക്കം ഉണ്ടായത്. അല്ലെങ്കിൽ നമ്മൾ ഇന്നത് വായിക്കണം, നമ്മളിങ്ങനെ സിനിമയിലേക്ക് വരണം, എഴുത്തിലേക്ക് വരണം, അങ്ങനെയൊന്നും അച്ഛനും വിചാരിച്ചിട്ടില്ല, ഞാനും തീരെ വിചാരിച്ചിട്ടില്ല. ഈ ആദിത്യനില്ലാതെ എന്ന് തുടങ്ങുന്ന പാട്ടിൻ്റെ അതിൻ്റെ 2 വേർഷൻ ഉണ്ട്. അതിൽ ഏജ് ഓഫ് മാഡ്നസ് ആണ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തത്. പ്രീ റിലീസ് പോലും ഏറ്റവും സെലിബ്രേറ്റ് ചെയ്ത ഏജ് ഓഫ് മാഡ്നസ് ട്രാക്കാണ്. ഈ ആദിത്യനില്ലാതിൻ്റെ ഈ 2 ട്രാക്കിലും അതിൻ്റെ വരികൾ വന്നത് എങ്ങനെയായിരിക്കും? ശരിക്കും അത് പറഞ്ഞിട്ടുണ്ട്, അത് സിനിമയുടെ പൂർണ്ണമായ പരിപാടി കഴിഞ്ഞിട്ട് പ്രൊമോഷൻ മെറ്റീരിയൽ ആയിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരു ഫോക്ലോർ ടെംപ്ലേറ്റ് വരുന്നുണ്ട്, ഒരു പുള്ളുവമ്പാട്ട് ടെംപ്ലേറ്റ് വരുന്നുണ്ട്, അതേപോലെ ഒരു ഇലക്ട്രോണിക് പരിപാടി അതിന് വരുന്നുണ്ട്. അതിലില്ലാതെ വരികൾ എങ്ങനെ വന്നു ശരിക്കും? അത് ക്രിസ്റ്റോ നമുക്കൊരു സ്കോർ അയച്ചു തന്നു, വെറും സ്കോർ. നമുക്ക് സിറ്റുവേഷൻ ഇതാണെന്ന് പറഞ്ഞപ്പം ഒരു സ്കോർ മാത്രം, മ്യൂസിക് അതിലില്ല, ഒരു സ്കോറാണ് അയച്ചു തന്നത്. ഈ സ്കോറിൽ ആണ് ഞാനൊരു സാധനം എഴുതിയാലോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്കും നല്ല ഒരു പരിപാടിയായിരുന്നു അത്. അങ്ങനെയാണ് എന്താ പറയുക, ആദിത്യനില്ലാതെ എന്ന് പറഞ്ഞൊരു വാക്ക് എഴുതി തുടങ്ങുന്നത്. അപ്പം അത് എഴുതിയപ്പോഴാണ് ഞാൻ ശരിക്കും ആലോചിച്ചത്, അച്ഛൻ്റെയിലായിരിക്കും ചിലപ്പോൾ ഞാനത് ഇൻസ്പയർഡ് ആയതും. കാരണം സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ, അതുപോലെ തന്നെ ആയിരുന്നു ആദിത്യനില്ലാതെ കുരിരുൾ വീണപ്പോൾ എന്നുള്ളൊരു സാധനം. ശരിക്കും സൂര്യകിരീടം അച്ഛൻ ഇൻസ്പയർഡ് ആയത് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികളിൽ നിന്നാണ്. പൊൻവെയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു, അത് അച്ഛൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പം അങ്ങനെ ഒരു തോന്നലിൽ വന്നതായിരിക്കാം ആ പാട്ട്. അതും ഇതുപോലെ തന്നെ ആദ്യം ഒരു 4 വരി എഴുതുന്നു, ഞാൻ ക്രിസ്റ്റോയ്ക്ക് അയച്ചു കൊടുക്കുന്നു. ക്രിസ്റ്റോനെ നമുക്ക് ഇതിൽ തന്നെ ചേട്ടാ പിടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ബാക്കി വരികളൊക്കെ ഉണ്ടാകുന്നത്. വീട്ടിൽ വലിയൊരു ലൈബ്രറി ആണ്. അച്ഛൻ വായിക്കുമ്പോൾ അതിൽ കുഞ്ഞു കുഞ്ഞു കുറിപ്പുകൾ അതിന് എഴുതി വെക്കാറുണ്ട് തന്നെ. ഇത് റീവിസിറ്റ് ചെയ്യേണ്ട അവസ്ഥ എപ്പോഴും ദിനനാഥിന് വന്നിട്ടുണ്ടോ? ഇതൊരു റെഫറൻസ് ആയി മാറല്ലോ, അല്ലെങ്കിൽ അത് പിന്നീട് ദിനനാഥ് വായിക്കേണ്ട അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ടോ? വീട്ടിലുള്ള പുസ്തകങ്ങളിൽ അധികവും ഒരു 99% അച്ഛൻ വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ ചില പുസ്തകങ്ങളിൽ കാണാം ശുദ്ധ ബോറ്, ചില പുസ്തകങ്ങളിൽ ഞാനിത് 10 തവണ വായിച്ചിട്ടുണ്ട് എന്ന് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. അതും എഴുതാറുണ്ട്. പിന്നെ അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ വരച്ചിടാറുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയം രാത്രി 12-1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഈ സമയം അച്ഛൻ ഇരുന്ന് ചില സമയം വായിക്കുന്ന കാണാം, നന്നായിട്ട് വായിക്കുമായിരുന്നു. അച്ഛനോട് ശരിക്കും ഒരു ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, ഗിരീഷേ ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കരുത്, നിൻ്റെ തല ഓൾറെഡി കുറച്ച് സാധനം കൂടുതലാണെന്ന് പറഞ്ഞു. ഇത് അച്ഛൻ വടക്കുന്നാഥിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. 4 ആൾ കയറേണ്ട തോണിയിൽ 100 ആൾ കയറി എന്താ സംഭവിക്കുകയെന്ന്. അപ്പം കുറേ വായിക്കും, അതിൻ്റെതായ അഭിപ്രായങ്ങൾ പറയും. ഇപ്പം വീട്ടിലിങ്ങനെ പുതിയ പുസ്തകങ്ങളൊക്കെ ആയിട്ട് ആളുകൾ വരും, അതായത് ഗിരീഷേട്ടാ ഞാൻ എഴുതിയതാന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ഇരുന്ന് വായിക്കും. എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും, പെട്ടെന്നൊക്കെ എഴുതിയിട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ദിനനാഥിന് അങ്ങനെ മോസ്റ്റ് ഫേവറേറ്റ്, അങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടോ? അതായത് അച്ഛൻ്റെ പുസ്തകങ്ങൾ എന്താ പറയുക, ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകം എനിക്ക് തോന്നുന്നു ഹിമവാന്റെ മുകൾ തട്ടിലാണോ എന്നൊരു സംശയമുണ്ട്. അതിൽ 24 തവണ ഞാൻ വായിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇപ്പൊ കണ്ടതിൽ ഏറ്റവും കൂടുതൽ 24 തവണ വായിച്ചു എന്ന് അതിൽ അച്ഛൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒന്ന് അതാവാനും സാധ്യത ഉണ്ട്. അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഒരുപാടുണ്ട് അച്ഛൻ്റെ, പക്ഷെ അത് ഓരോ സമയം മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഇരിക്കുമ്പം അച്ഛനെ ഓർക്കുന്ന ഏത് പാട്ടാന്നുള്ളത് പോലെ ഇരിക്കും.
ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അമ്മ മഴക്കാരനായിരിക്കും, അതിൽ പാർവണങ്ങൾ പടിവാതിച്ചാലും ഒരു മനസ്സിൻ നടവഴിയിൽ. അത് കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ പോയപ്പോൾ നമ്മളതിരുന്ന് പാടുകയും കുറേ നേരം അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തായിരുന്നു. ഈ ബ്രഹ്മയുഗത്തിലേക്ക് വീണ്ടും വന്ന ബ്രഹ്മയുഗം ഒരു ക്രാഫ്റ്റ്മാൻ്റെ ഒരു കഴിവ് ക്രാഫ്റ്റ്മാൻ്റെ ഒരു ഇത് പതിഞ്ഞൊരു സിനിമയായിട്ടാണ് ഇപ്പോൾ രാഹുൽ സദാശിവൻ അങ്ങേയറ്റം ഒരു ക്രാഫ്റ്റ്മാൻ്റെ ഇത്. അതിൽ ലിറിസിസ്റ്റ് ആയിട്ട് മാത്രമല്ല ഡയറക്ഷൻ ടീമിനും വർക്ക് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസും അങ്ങനെ അടുത്ത് കണ്ട ഒരു ആളാണ്. നിങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഡയറക്ഷൻ ടീം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഈഗോയോ ഒരു ഹൈറാർക്കിയോ ഒന്നും ഇല്ലാതെ എല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത്. ബ്രഹ്മയുഗം തന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും ശരിക്കും ഞങ്ങൾ പണിയെടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ, അതായത് ഞാനുണ്ട്, അജിത്തേട്ടുണ്ട്, സജിത്തുണ്ട്, നിഖില്, സിദ്ധാർത്ഥ്, അമ്മു, ഇത്ര പേരാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ പണിയെടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇതിൽ വർക്ക് ചെയ്യുന്നത് രാഹുലേട്ടനാണ്. കാരണം ഇതിൻ്റെ എല്ലാ ഷോട്ടുകളും പുള്ളി വരയ്ക്കും, എല്ലാ ഷോട്ടുകളും. അതിൻ്റെ ലെൻസ് അടക്കം പറ്റുമെങ്കിൽ പുള്ളി എഴുതി വെക്കും. അതെന്ന് വെച്ചാൽ അത്രയ്ക്കും ഹാർഡ് വർക്കാണ് പുള്ളി. ഇത് കാണുമ്പോൾ ശരിക്കും നമുക്ക് എല്ലാവർക്കും ഇത്രയും പേർക്ക് സ്ക്രിപ്റ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. എന്താണ് രാഹുലേട്ടൻ ഉദ്ദേശിച്ചത് പുള്ളി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് സുഖമായിരുന്നു ശരിക്കും പറഞ്ഞ വർക്ക്. നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലായിരുന്നു. ഈ ഷോട്ട് എന്തിനാ, ഇതിൻ്റെ ആർട്ടിൻ്റെ സാധനം എന്താണ്, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. അതാണ് ബ്രഹ്മയുഗം ഇപ്പോൾ 50 കോടി പിന്നിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. ഇപ്പൊ ഈ ബിഹൈൻഡ് ദ ക്യാമറയിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടത് ഇപ്പൊ പെർഫോമൻസ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുക്കുന്നതിന്റെ ഒരു ക്രാഫ്റ്റ് ആയിരിക്കും, എന്തായിരിക്കും ഏറ്റവും എൻജോയ് ചെയ്ത സെറ്റിൽ? ബ്രഹ്മയുഗം ഇപ്പൊ ഞാൻ 3 പടത്തിലാണ് വർക്ക് ചെയ്തത്. ട്രാൻസ്, ഭൂതകാലം, ഇലവീഴ പൂഞ്ചിറ. അപ്പം 3ഉം എന്താ പറയാ ഭയങ്കര രസകരമായിട്ടുള്ള. ട്രാൻസ് വേറെ തന്നെ ഒരു വർക്കായിരുന്നു. അതുപോലെ ഈ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ ഇത് എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്, ശരിക്കും ഓരോ ഷോട്ട് എടുക്കുമ്പോൾ ഇത് വർക്കൗട്ട് ആവുമോ, ഇത് എന്തായിരിക്കും എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡയറക്ടർക്ക് വ്യക്തമായിട്ട് അറിയാം ഇതാണ് ഔട്ട് വരുക എന്നുള്ളത്. പുള്ളി വിചാരിച്ച സാധനം തന്നെയാണ് ഔട്ടായിട്ട് വന്നത്. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഞാൻ പറയട്ടെ, ഇത് സീരിയസ് ആയിട്ടുള്ള പടമാണെങ്കിലും ഭൂതകാലം എന്ന് പറഞ്ഞൊരു ഹൊറർ പടം പലരും പേടിച്ച പടമാണ്. ഏറ്റവും കൂടുതൽ ഒരു ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ് ഈ ടീമിന് മൊത്തം ഉള്ളത്. രാഹുലേട്ടൻ നമുക്ക് ആ സെറ്റിൽ ചിരിക്കുകയല്ല നമ്മൾ കൂടുതൽ. അതായത് ഇരുട്ടത്ത് പോകുമ്പോൾ ആളുകളെ പേടിപ്പിക്കുക, തമാശകൾ പറയുക. അങ്ങനെ മമ്മൂക്ക വരുമ്പോൾ മാത്രം ഒരു ഹെഡ് മാസ്റ്റർ വന്ന പോലെ എല്ലാവരും നിൽക്കും. മമ്മൂക്ക പോയി കഴിഞ്ഞ് സിദ്ധാർത്ഥനായാലും അർജുനായാലും ഞങ്ങളെല്ലാവരും എന്താ പറയുക വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇപ്പം ആർട്ടിൽ നമുക്കറിയാം ജ്യോതിഷേട്ടനാണ് ശരിക്കും ആർട്ട് ഡയറക്ടർ. പക്ഷേ ജ്യോതിഷേട്ടൻ ഒരു ടീമുണ്ട്, വിഷ്ണു ചേട്ടൻ, കണ്ണൻ ചേട്ടൻ, ഇവരൊക്കെ എന്താ പറയുക, അതുലൊക്കെ ശരിക്കും AD ആണോ അതോ ആർട്ടിൻ്റെ ആളാണോ നമുക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവരും തമ്മിൽ നല്ലൊരു യോജിച്ചുകൊണ്ട് പോയൊരു സിനിമയാണത്. ഈ പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ക്രിസ്റ്റോനോട് സംസാരിച്ചപ്പോൾ ക്രിസ്റ്റോൻ പറഞ്ഞിട്ട് ഈ മമ്മൂക്കയ്ക്ക് സ്കോർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഗൂസ് ബംസ് മൊമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഷോ സ്റ്റീലറായിട്ട് മമ്മൂട്ടി നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. പെർഫോമൻസ് അത്രയും അടുത്തുനിന്ന് കണ്ട ഒരു ക്യാമറയ്ക്ക് പിന്നിൽ അത്രയും അടുത്തുനിന്ന് കണ്ട ഒരു ഇതല്ല പെർഫോമൻസ്, അല്ലെങ്കിൽ മമ്മൂക്കയുടെ പെർഫോമൻസ് ഒക്കെ അത്രയും അടുത്തുനിന്ന് കാണുമ്പോൾ ഈ സെറ്റിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ ശരിക്കും? മമ്മൂക്കാൻ്റെ പെർഫോമൻസ് ആണ് ഞങ്ങളെല്ലാം ഞെട്ടിയിരിക്കാറ്. നമുക്കൊന്നും എന്ത് പറയാനാണ്. കാരണം ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു പുള്ളീൻ്റെ പടത്തിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെല്ലാവരും ഭാഗ്യമായിട്ടേ കാണുന്നുള്ളൂ. പിന്നെ എന്താ പറയുക, ഇനി എപ്പോഴാണ് മമ്മൂക്കായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്നും അറിയില്ല. കാരണം പുള്ളീൻ്റെ പെർഫോമൻസ് ഓരോ ഷോട്ടിലും പുള്ളി വന്ന് പുള്ളീൻ്റെ ഡെഡിക്കേഷൻ ഒക്കെ ഗംഭീരമായിരുന്നു. പിന്നെ അർജുനും സിദ്ധാർത്ഥേട്ടനും അമൽഡ ഉണ്ടായിരുന്നു, മണികണ്ഠൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും എന്താ പറയുക, എല്ലാവരും പടം കണ്ട എല്ലാവരും അവരുടെ ഭാഗങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു. പിന്നെ ഡയറക്ടറിനും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പുള്ളി അത്യാവശ്യം നന്നായി അഭിനയിക്കുന്ന ആളും കൂടിയാണെന്ന് ഞാൻ പറയും. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും, വളരെ കറക്റ്റാണ്. ഓരോ നോട്ടങ്ങൾ വരെ നമുക്ക് ഇത് അങ്ങോട്ട് നോക്കണ്ട ഇങ്ങോട്ട് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വ്യക്തമായിട്ട് പുള്ളിക്കാരന് പറ്റുന്നുണ്ട്. നിന്നാൽ പേഴ്സണലി ഇനിയിപ്പോൾ ലിറിസിസ്റ്റ് ആയിട്ടുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുണ്ട്, ഡയറക്ഷൻ പ്ലാൻ ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഏരിയയിൽ അങ്ങനെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ അങ്ങനെ ഉണ്ടോ ശരിക്കും ഇനിയുള്ള ജേർണിയിൽ? ഇനി എഴുത്ത് നടക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് എന്താ പറയുക 2-3 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം പുതിയൊന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോന്ന് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതല്ല നമ്മളെ പടം, ഇതല്ല മറ്റേതായിരിക്കും. എഴുത്ത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും സെറ്റായിട്ടില്ല. അതിൻ്റെ ഇനി ഇപ്പോൾ ഫ്രീ ആയല്ലോ, ഇനി ഒന്ന് അതിലേക്ക് ഇരിക്കണമെന്ന് ഉണ്ട്. ഈ അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോഴും രാമൻ പോലീസ് എന്ന് പറഞ്ഞൊരു സിനിമ മോഹൻലാലിനെ വെച്ച് ആലോചിച്ചിട്ടുണ്ട് എന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സിനിമയൊക്കെ പിന്നീട് ദിന്നാതെ ആലോചിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മറ്റൊരു സംവിധായകന് വേണ്ടി ആലോചിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? രാമൻ പോലീസ് നമ്മളിങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചത് തന്നെ അതായത് പിന്നെ കുറച്ച് കാരണങ്ങളാൽ, അതിപ്പോൾ പറയുന്നത് ശരിയല്ല, കുറച്ച് കാരണങ്ങളാൽ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നെങ്കിലും ഞാനോ എനിക്ക് ചേട്ടനുണ്ട്, ഞങ്ങൾ ആരെങ്കിലും ഒരു നല്ല നിലയിലൊക്കെ എത്തുമ്പോൾ 10 അല്ല 15
16 വർഷം മുമ്പ് അച്ഛൻ എഴുതിയ തിരക്കഥയാണ്. എന്തായാലും മാറ്റങ്ങൾ വേണ്ടി വരും. മാറ്റിയിട്ട് ഒന്ന് എഴുതി. ഇന്നാ ടേക്കപ്പ് ചെയ്യാനുള്ളൊരു അങ്ങനെ സംവിധാനം എന്നുള്ള രീതിയിൽ തന്നെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല സത്യം പറഞ്ഞാൽ, ഇതുവരെ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. എന്തെങ്കിലും അത് നല്ല രീതിയിൽ വരണം എന്നുണ്ട്. അച്ഛൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് ഇപ്പോഴും സിനിമയിൽ. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയാലോ, അതൊക്കെ നല്ലതാണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരുപാട് താങ്ക് യു.